ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് എൻ്റെ മോടെ കല്യാണം നടത്തി തന്നെ അത്രേ ഉള്ളൂ. ആരൊക്കെ എന്നെ കുറ്റം പറഞ്ഞാൽ പരിഹസിച്ചാൽ ഒരു പെങ്കൊച്ച് ഇത്ര സന്തോഷത്തോടെ ഒരു കല്യാണ പന്തലിലേക്ക് ആ കൊച്ചിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ കല്യാണം നടത്താൻ നമ്മൾ പോവുകയാണ്. ദൈവാനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ. മഴ മൊത്തം വെള്ളം കയറും. അപ്പുറത്ത് കുളമൊക്കെ ഉണ്ടായത് മൊത്തം വെള്ളം കയറും. താമസിക്കുന്നത് എങ്ങനെ ഇത്രയും പേര് ഈ വീട്ടിൽ കിടക്കുന്നത്? 3 പേരും കൂടെ ഒരു ബെഡിൽ കിടക്കുന്നു. ആരുമില്ല ഞങ്ങളെ സഹായിക്കാതിന് വേണ്ടിയാണ് ചേട്ടൻ ഞങ്ങൾ സഹായം ചോദിച്ചു. എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കല്യാണം നടത്തി തരണ്ടേ അല്ലേ? ഈ കുടിയിൽ നിന്നോ പാമ്പും എഴജന്തുക്കളും ഉള്ള ഈ കുടിയിൽ നിന്ന് ഈ കൊച്ചി ഇറങ്ങി പോകുമ്പോ ഇയാള് വേറെ വീട്ടിൽ പോവായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡിനോടെ നിൽക്കുമായിരിക്കും. പക്ഷെ ഇവർക്ക് എന്ത് ശ്രമിക്കാം? പക്ഷെ ഇതിലൊക്കെ ആഗ്രഹിക്കുന്ന ഈ മാതാപിതാക്കളുടെ ജീവിതത്തിലൊരു ആഗ്രഹമാണ് ഒരു വീട്, അല്ലേ? ഇനി ഒരു വരവ് വരുമ്പം ഒരുപക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ ഇതല്ല കാഴ്ചയെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥിക്കുക, ഞാൻ ചെയ്തു നോക്കാം, എന്നെ കൊണ്ട് പറ്റാവുന്നത്. ശരിക്കും ഇത് ഒരു മേസ്തിരി പറ്റിച്ചിട്ട് പോയ വീടാണ്. കുറച്ച് പറഞ്ഞൊരു മേസ്തിരി പറ്റിച്ചിട്ട് പോയ വീടാണ്. ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കൊടുത്തു. നല്ലൊരു കുടിലിൽ നിന്ന് നല്ലൊരു വീട്ടിൽ നിന്ന് മോളെ ഇറക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് വെച്ച് എനിക്കത് സാധിച്ചു. നമുക്ക് ഏതായാലും ഈ വീട് കയറാം അല്ലേ? താൻ തന്നെ ഞാൻ തന്നെ തുറന്നു അല്ലേ? ആരൊക്കെ എന്നെ കുറ്റം പറഞ്ഞാൽ പരിഹസിച്ചാൽ ഒരു പെങ്കൊച്ച് ഇത്ര സന്തോഷത്തോടെ ഗോൾഡ് സ്വർണ്ണവും ഇട്ട് ഡ്രസ്സും നല്ല രീതിയിൽ ധരിച്ച് ഒരു കല്യാണ പന്തലിലേക്ക് ആ കൊച്ചിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ കല്യാണം നടത്താൻ നമ്മൾ പോവുകയാണ്. ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത്. ഈ കൊച്ചിന് അച്ഛനില്ല, അതുപോലെ കൊച്ചിന് സഹോദരന്മാരും ആരുമില്ല. അപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ഈ പെങ്കൊച്ചിൻ്റെ കല്യാണം നടത്തുവാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് മണ്ഡപത്തിലേക്ക് പോവാം. ഹാപ്പിയല്ലേ? ഓക്കെ. ഏറ്റവും മെയിനായിട്ട് സാരി ഗോൾഡും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദൈവാനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ.